നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. രാജേഷ്, വലിയ ട്വിസ്റ്റാണ് നമ്മുടെ കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ പെൺകുട്ടി പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് അവിടെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഇവർ പറയുന്നത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണെന്ന് കേരള പോലീസ് സർട്ടിഫൈ ചെയ്തു. കേരള പോലീസ് DGP അറിയിച്ചു. കേരള പോലീസിന്റെ DGP SC/ST കമ്മീഷൻ അറിയിച്ചു എന്നാണ് പറയുന്നത്. ഇത് ഒറിജിനലാണെന്ന്. അത് ഒറിജിനലാണെന്ന് പറയാൻ അവകാശം ഇവർക്കില്ല. ആധാറിന്റെ രേഖ വെച്ച് മാത്രം പറയാൻ കഴിയില്ല. ആധാർ എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ രേഖയാണ്, ജനനത്തീയതി തെളിയിക്കുന്ന രേഖയല്ല എന്ന്. ആ ആധാർ തന്നെ അവരുടെ ഐഡന്റിറ്റി അല്ല, അതൊരു വ്യക്തിയുടെ ഐഡന്റിറ്റി എന്നതിനപ്പുറത്തേക്ക് പ്രായം തെളിയിക്കുന്ന രേഖയല്ല. അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ രേഖകൾ വ്യാജമല്ലെങ്കിൽ എന്തിനാണ് ഇവർ രണ്ടും ഒളിഞ്ഞും മറിഞ്ഞു ഇരിക്കുന്നത്? എന്താണ് അതിന്റെ പിന്നിലെ കാരണം? കാരണം ഇവർക്കെന്തോ വീണ്ടും ഒളിച്ചു വെക്കാനുണ്ട്. കേരളത്തിൽ വന്നിട്ട് ഇവർ എറണാകുളത്താണ് വന്ന് ഈ ഷൂട്ടിംഗ് എല്ലാം നടന്നെന്ന് പറയുന്നു. 1.5 വർഷമായിട്ട് ഈ ഇൻഡോർ സ്വദേശിനിയായി ഈ കുട്ടിയുമായിട്ട് ഈ ഫർമാൻ പ്രണയത്തിലായിരുന്നു പറയുന്നു. അന്ന് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം വെച്ച് ആഘോഷിച്ചതാണ്. ഇതാണ് റിയൽ കേരള സ്റ്റോറി, വൈറൽ പെൺകുട്ടിക്ക് ഇതാ താലികെട്ട്, കേരളത്തിൽ മിന്നുകെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ അച്ഛൻ എത്തി എന്നറിഞ്ഞപ്പോഴാണ് ട്രെയിനിൽ കയറി അവർ തിരുവനന്തപുരത്തേക്ക് എത്തിയതും തമ്പാനൂർ പോലീസിന്റെ കീഴിൽ അഭയം പ്രാപിച്ചത്. അപ്പോഴേക്കും ഇവർക്ക് ഈ ഒരു ട്രെയിനിലുള്ള ഒരു 5-6 മണിക്കൂർ സമയത്തിനിടയ്ക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടേണ്ട നിർദ്ദേശങ്ങളെല്ലാം ലഭിച്ചു. ആരാണത് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്തത് അതാണ് അറിയേണ്ടത്. അതിപ്പോൾ ഈ കുട്ടി കോടതിയിൽ ചെന്നാൽ സത്യം പറഞ്ഞു പോകും. അതായിരിക്കും കുട്ടിയെ എനിക്ക് തോന്നുന്നു മറച്ചു വെക്കുന്നതിന്റെ കാരണം. കോടതിയിൽ ചെന്ന് ന്യായപീഠത്തിന് മുന്നിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ ജന്മ തീയതി വരാൻ അത് കാണാപ്പാടമായിരിക്കും. ബർത്ത്ഡേ, പിറന്ന ദിവസം പിറന്നാളൊക്കെ ആഘോഷിക്കുന്നതല്ലേ, അതുവരെ കുട്ടിക്ക് കാണാപ്പാടാൻ പറ്റും. ആ കുട്ടിക്ക് ഇവർ പറയുന്ന കുട്ടിക്ക് ഹാജരാകാൻ കഴിയില്ല. കേരളത്തിലെ കോടതിയുടെ മുമ്പ് ഹാജരാകാമല്ലോ. ഞാൻ അവിടെ ഹാജരാകാൻ എനിക്ക് കഴിയില്ല, യാത്ര ചെയ്യാൻ കഴിയില്ല. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഫ്ലൈറ്റ് ആണ്. പ്രത്യേകിച്ച് ആ പെൺകുട്ടി വരുന്നതും പോകുന്നതും ഒക്കെ ഫ്ലൈറ്റിനായിരിക്കും. കാരണം ഇപ്പോൾ കുറച്ച് പണം കുട്ടിയുടെ കയ്യിൽ കാണും. കാരണം ഈ കുംഭമേളയിൽ വൈറലായതിനു ശേഷം എനിക്ക് കുറച്ച് ഉദ്ഘാടനങ്ങളൊക്കെ കിട്ടി. അപ്പോൾ എന്നെ ഈ കേരളത്തിലേക്ക് വരുമ്പോൾ സത്യത്തിൽ ഇതിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് എനിക്ക് തോന്നുന്നു ഈ പറയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂരായിരുന്നു തോന്നുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു പ്രോഗ്രാമിലാണ് ആദ്യം കേരളത്തിലേക്ക് അത് പറയുന്നില്ല. അതാണ് പരസ്യം കിട്ടത്തില്ല. അപ്പൊ ബോബി ചെമ്മണ്ണൂരാണ് ആദ്യം കേരളത്തിൽ കൊണ്ടുവന്നത്. അതിനുശേഷം സിനിമാ നിർമ്മാണം, ആൽബം നിർമ്മാണം എന്നൊക്കെ പേരിൽ കേരളത്തിൽ നിന്നൊരാൾ ഈ പെൺകുട്ടിയെ കോൺടാക്ട് ചെയ്യുകയും അങ്ങനെ ആ പെൺകുട്ടി കേരളത്തിലേക്ക് എത്തപ്പെടുകയും പുറകെ ഫർമാൻ വരികയും ഒക്കെ ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലൊരു കൃത്യമായ അജണ്ട ഉണ്ട് എന്നല്ലേ നമ്മൾ കരുതേണ്ടത്? അതെ, കാരണം ഉത്തരേന്ത്യയിൽ നിന്നും ഇങ്ങനെ കേരളം തേടി വന്ന് വിവാഹം കഴിക്കുന്നവർ, അത് വിനോദസഞ്ചാരികൾ അങ്ങനെ വന്നൊരു വെഡിങ് ടൂറിസം ഒക്കെ ഇവിടെ നടക്കാറുണ്ട്. പക്ഷെ ഇത്തരത്തിൽ അവിടെ ഒരു പെട്ടെന്ന് കൾച്ചർ ഉൾക്കൊണ്ട്, കൾച്ചർ ഇഷ്ടപ്പെട്ടുകൊണ്ട് കേരളത്തിൽ വന്ന് വിവാഹം കഴിക്കുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. 1 വർഷം മുമ്പാണ് ഈ കുട്ടി പ്രശസ്തയായത്. കുട്ടി ആരാന്ന് പോലും നമ്മുടെ തൊട്ടടുത്ത കുംഭമേള വലിയ അസ്വസ്ഥത കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാക്കിയതാണ്. അതെ, ആ കുട്ടിയുടെ ഗ്രാമത്തിന് പുറത്തുള്ള ആർക്കും അറിയില്ല. അപ്പോൾ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഒരു ത്രെഡ് കേരളത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഇടത് നേതാക്കൾ എല്ലാം കൂടെ ചേർന്ന് ആ വിവാഹം നടത്തി കൊടുത്തിട്ട് അതിനൊരു ബദൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഇപ്പോഴാണ് ഈ വീടുകളിൽ ചെന്ന് വോട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതിനു മുമ്പ് 80-85 വയസ്സായ അമ്മൂമ്മമാർ വരെ അവര് കസേരയൊക്കെ എടുത്തുകൊണ്ട് വോട്ട് ചെയ്യുന്നൊരു അവസ്ഥയുണ്ട്. ഈ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞത് കഴിഞ്ഞ മാർച്ച് 15-നാണ്. ഇന്നിപ്പോൾ ഏപ്രിൽ 22 കുട്ടി ഗർഭിണിയാകുന്നു. കുട്ടിക്ക് അപ്പൊ 1 മാസത്തെ കാരേജ് ആയിരിക്കും. പക്ഷെ ആ കുട്ടിക്ക് യാത്ര ചെയ്യാൻ പോലും പറ്റുന്നില്ലെങ്കിൽ യാത്ര ചെയ്യുക മാത്രം ഇതിന് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊണ്ടിരുന്നില്ല. ആ കുട്ടി എവിടെയാ? കുട്ടി ജീവിച്ചിരിപ്പുണ്ടോ? ആ കുട്ടി എവിടെയാണ്? നമുക്കത് അറിയാനേ കഴിയുന്നില്ലല്ലോ. അത് ഗർഭിണിയാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ സെക്കൻഡറി ആണ്. ഈ കുട്ടിക്ക് അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് ഏതെങ്കിലും ആശുപത്രി, അത്ര സീരിയസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ഏതെങ്കിലും ആശുപത്രി അഡ്മിറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ഏത് ആശുപത്രി, ഏത് ഡോക്ടറാണ് കാണിക്കുന്നത്, ഏത് ഡോക്ടറാണ് പറഞ്ഞത് സർട്ടിഫൈ ചെയ്ത് കുട്ടി ഗർഭിണിയാണെന്ന് മൂവ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ ഡോക്ടർ ആരാണ്? ഇതൊക്കെ അറിയണ്ടേ? കാരണം ഒരു കുട്ടി കേരളത്തിൽ വരുന്ന വിവാഹം കഴിക്കുന്നു. മാത്രമല്ല ഇതിൽ സർക്കാരിന് പ്രത്യേക താല്പര്യമുണ്ട്. സർക്കാരിന് മാത്രമല്ല, സർക്കാരിനെ ഫോഴ്സ് ചെയ്യുന്ന, സർക്കാരിന്റെ പിന്നിൽ ആരോ ഡ്രൈവ് ചെയ്യുന്ന ഏതോ ഏജൻസി ഉണ്ടെന്ന് പോലും എനിക്ക് വിശ്വസിക്കാൻ തോന്നുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയെ സംബന്ധിച്ച ഒരു വിവരങ്ങളും അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന ഫർമാന്റെ മാത്രമാണ്. ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് ഒന്നുമില്ല, അറസ്റ്റ് അല്ല താനും. ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യുക, അതിനെ കസ്റ്റഡിയിലെടുക്കുക, അതിനെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് പോലും സാധിക്കാതെ മധ്യപ്രദേശ് പോലീസ് ഇവിടെ നിന്നും പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് കുട്ടി പ്രതിയല്ല. നമ്മുടെ നിയമപ്രകാരം കുട്ടി പ്രതിയല്ല. പക്ഷേ ഈ പോക്സോ കേസ് പ്രകാരം ഫർമാൻ പ്രതിയാകും. അതുപോലെ തന്നെ ഈ കുട്ടി ഗർഭിണിയാണെങ്കിൽ
അതെ തീർച്ചയായും വരും. കടുത്ത വകുപ്പുകൾ വരും, പീഡനത്തിലുള്ള കേസ് വരും, വന്നിരിക്കും. കാരണം ഫർമാനല്ല, ഈ കുട്ടിയുടെ മാതാപിതാക്കളാണ് പറയേണ്ടത്. കുട്ടിയുടെ ജനനം ഇതിൽ ഞാൻ കാണുന്നൊരു കാര്യം, ഇവിടെ ഈ കുട്ടി ഉണ്ട് എന്നും ഈ കുട്ടിയുടെ ജനനത്തീയതി ശരിയാണെന്നും ഒക്കെ പറയുന്ന രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വറിന് ഇവരുമായിട്ടുള്ള ലിങ്ക് എന്താണ്? അതാണ് രാഹുലിന് ഇവിടെ നിന്ന് വിവരങ്ങൾ കിട്ടുന്നു. ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് പെൺകുട്ടിയുടെ അനിയന്റേതാണ് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഒരു പുതിയ കഥയുണ്ടാക്കുന്നു. ഈ രാഹുൽ ഈശ്വർ ആരുടെ ഒരു ഏജന്റ് ആണ് യഥാർത്ഥത്തിൽ? രാഹുലിനെ ആരാണ് മാനിക്കുന്നത്? കാരണം രാഹുൽ ശരിക്കും രാഹുലിന്റെ ബേസിക് ജോലി ഇപ്പോൾ ശബരിമല തന്ത്രിയില് അമ്മ തായ്മണി ആയതുകൊണ്ട് അവിടെ ഭാഗ്യവശാൽ ഒന്നും കേറിയില്ല, തന്ത്രിയാകാനുള്ള യോഗ്യത കിട്ടിയില്ല. അല്ലെങ്കിൽ നേരെ അവിടെ പോയിരുന്നു. ഇപ്പോൾ ജയേഷ് മോഹനർക്ക് പകരം രാഹുൽ ഇരുന്നനെ, ഭാഗ്യം ആയില്ല. രാഹുലിന് ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയുണ്ട്. രാഹുൽ ആ കമ്പനിയുമായി സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് രാഹുൽ നല്ലത്. കാരണം അനാവശ്യമായിട്ട് രാഹുലിന് വൈറലാകണം. പെൺകുട്ടി വൈറലായതുപോലെ രാഹുൽ എന്ന കുട്ടിക്കും വൈറലാകണം. അതാണ് രാഹുൽ. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ വിഷയങ്ങൾ ഇടപെടുന്നതുകൊണ്ട് എവിടെന്നെങ്കിലും വല്ല ധനം കിട്ടുന്നുണ്ടോ എന്ന സംശയം എനിക്കുണ്ട്. കാരണം ഒരു കൃത്യമായ അജണ്ടയ്ക്ക് പുറകിലാണ് രാഹുൽ. രണ്ടാമത്തെ വിഷയം, രാഹുലിന് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അജണ്ട ഉണ്ടെന്ന സംശയം എനിക്കുണ്ട്. രണ്ടാമത്തെ വിഷയം, രാഹുൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ കേസുകൾ ഇടപെടുന്നത് കൊണ്ട് രാഹുലിന് വല്ല നാഷണൽ വൈഡ് അക്സെപ്റ്റൻസ് കിട്ടുമെന്നുള്ള തോന്നലാണോ, അതോ ഇനി പോപ്പുലർ ഫ്രണ്ടുകാർ രാഹുലിനെ എന്തെങ്കിലും വെച്ച് ഭീഷണിപ്പെടുത്തുന്നതാണോ? എനിക്കറിയില്ല. ഇത്തരം വിഷയങ്ങൾ രാഹുലിനൊരു ഇരട്ടത്താപ്പ് കാണുന്നുണ്ട് പലപ്പോഴും. ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ അഖിലഹാദിയുടെ വിഷയത്തിൽ രാഹുൽ ഇടപെട്ടോ നമുക്കറിയാം. പെൺകുട്ടിയുടെ ജീവൻ തന്നെ കുളവാക്കി കളഞ്ഞു രാഹുൽ. യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയെ ഇപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കേണ്ട ഒരു പെൺകുട്ടിയെ യഥാർത്ഥത്തിൽ ഏതോ തീവ്രവാദികളുടെ താവളത്തിൽ എത്തിച്ചു കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് ഈ പെൺകുട്ടിയുടെ കാര്യത്തിലും വലിയ ചാനലിലൊക്കെ വന്നു ബഹളം ഉണ്ടാക്കുന്നത്. നമുക്ക് എന്തോ ഒരു അജണ്ട രാഹുലിന്റെ പിറകിലുണ്ടെന്ന് തോന്നുന്ന തരത്തിലാണ്. അത്ര ഒരു താവളത്തിലേക്ക് എത്തിക്കുന്ന ഗട്ട്സ് രാഹുലിനുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ രാഹുൽ ശരിക്കും എനിക്ക് നല്ലൊരു ഇവന്റ് ഓർഗനൈസറാണ്. ഇപ്പൊ രാഹുൽ ഒരുപാട് ഇവന്റ് ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. പണമായിരിക്കും ചിലപ്പോൾ ലക്ഷ്യം. അതെ, അയാളുടെ വരുമാന സ്രോതസ്സൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടതാണ്. ചിലപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ആയിരിക്കാം. രാഹുൽ സ്വന്തമായിട്ട് മക്കാലത്തെടുക്ക ഒരാൾ വേണമല്ലോ. ഇത് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഈ ഫർമാന് വേണ്ടി വാദിക്കാൻ ആരുമില്ല ഇപ്പോൾ. ആരുമില്ല. CPM-കാർ പോലും അതാണ് കല്യാണം നടത്തിയ അമ്മാവനും അപ്പൂപ്പനും പോലും കൈവിട്ടു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPM-കാർ പോലും കൈവിട്ടൊരവസ്ഥ. ബന്ധുക്കളില്ല. കാരണം ബന്ധുക്കളിൽ എങ്ങനെയോ പോട്ടെ എന്ന് പറഞ്ഞു. കാരണം അവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ പെൺകുട്ടിയാണ്. 16 വയസ്സ് പ്രായമുള്ള ആ പെൺകുട്ടിയാണ് അവർക്ക് നഷ്ടമായത്. ഒരു കുടുംബത്തിന്റെ ഒരു അംഗമാണ് ആ കുട്ടി. പെട്ടെന്ന് വൈറലായി എന്നതാണ് ആ കുട്ടി ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അപ്പോൾ രാഹുലിന് പെട്ടെന്നൊരു പ്രൊമോഷൻ വേണം. രാഹുലിന്റെ ഒരു വിഷയം കഴിഞ്ഞപ്പോൾ രാഹുൽ നേരെ ജയിലിലൊക്കെ ആയി. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും കാര്യം പഠിച്ചില്ല എന്നുള്ളതാണ്. അനാവശ്യമായിട്ടൊരു വിഷയത്തേക്ക് ഇടപെട്ട് ആ വിഷയത്തെ എങ്ങനെ കുളമാക്കാമെന്നതിന്റെ അങ്ങേ ഏറ്റവും ഒരു ഉദാഹരണം രാഹുൽ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാഹുലിന് അനാവശ്യമായൊരു വിവാദമാണിത്. പ്രത്യേകിച്ച് രാഹുൽ എന്തിനാണ് ഈ CPM-കാരുടെ അവർ തന്നെ ഒത്താശ ചെയ്തൊരു കേസിൽ രാഹുൽ അവർക്ക് വേണ്ടി രാഹുൽ അതിൽ നമ്മൾ നോക്കേണ്ടത് രാഹുൽ പാർട്ടി മാറിയിരിക്കുന്നു. അതെ, തീർച്ചയായിട്ടും സ്വന്തം നിലപാടുകൾ രാഹുൽ അങ്ങനെ നിലപാടൊന്നും ഇല്ല. രാഹുൽ കുറെ കാലം സംഘപരിവാർ ആശയങ്ങളുടെ പ്രയോക്താവായിരുന്ന തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരാളാണ്. അതിനുശേഷം പെട്ടെന്ന് ശബരിമല ഇഷ്യൂ വരുമ്പോൾ വിശ്വാസികളോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നു. ഈ അഖിലഹാദിയുടെ വിഷയത്തിൽ മറുപക്ഷത്ത് നിൽക്കുന്ന പോപ്പുലർ ഫ്രണ്ടിനോടൊപ്പം നിൽക്കുന്നു. ആ വിഷയത്തിലൊക്കെ നമുക്ക് നന്നായിട്ട് ഒരു പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നില്ല. അങ്ങനെയില്ല. അതെ, ജനം വിശ്വസിക്കില്ല, അല്ലെങ്കിലും വിശ്വസിക്കില്ല. ആകെ ഒരു വിശ്വാസത ഇപ്പോൾ രാഹുലിനുണ്ടായത് ഈ പുരുഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കുറച്ച് പുരുഷന്മാരൊക്കെ രാഹുലിന്റെ പിറകിലാണെന്നാണ്. പക്ഷെ ഇത്തരം സ്വഭാവം കാണിക്കുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ പുരുഷ കമ്മീഷന്റെ മറവിലാണ് ഇവരെയൊക്കെ സംരക്ഷിക്കുന്നതെങ്കിൽ എല്ലാ പീഡകരെയും അങ്ങനെ സംരക്ഷിക്കാൻ പറ്റും. ഇപ്പൊ അബദ്ധത്തിൽ കേസിൽപ്പെട്ടു പോകുന്ന പുരുഷന്മാരെ സംരക്ഷിക്കണമെന്ന കാര്യത്തിൽ എനിക്ക് എതിരഭിപ്രായമൊന്നുമില്ല. എല്ലാ കേസുകളും ജെനുവിനൊന്നുമല്ല. പക്ഷേ അതിന്റെ മെറിറ്റ് നോക്കി അത് ഇപ്പൊ ഈ കേസിൽ കൃത്യമായ വയലേഷൻ നടന്നിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. കാരണം കേരളത്തിലെ പോലീസിന്റെ മുമ്പിൽ കേരളത്തിലെ പോലീസിന് മുമ്പിൽ മറഞ്ഞിരിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേസിൽ ഇടപെടാൻ പോകുന്ന അല്ലെങ്കിൽ കേസിൽ പ്രതികളാകാൻ പോകുന്നത് CPM-കാരാണെന്നുള്ളത് കൊണ്ട് കേരളത്തിലെ സർക്കാരിന് ഇതിൽ പ്രത്യേക താല്പര്യമുണ്ട്. ഇപ്പൊ അവരും കൈയൊഴിഞ്ഞു. പക്ഷെ എങ്കിലും സംരക്ഷണം കിട്ടുന്നുണ്ട് ഈ പെൺകുട്ടിക്കും. ഇത് എവിടെയാണ് ഈ പെൺകുട്ടി? ഒരു മധ്യപ്രദേശ് പോലീസ് അല്ലെങ്കിൽ മഹാരാഷ്ട്ര പോലീസ് കേരളത്തിൽ ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് ഇനി അങ്ങോട്ട് പോയി നിൽക്കട്ടെ, അവിടെ ചെല്ലുമ്പോൾ അവിടെ സഹായം ചെയ്തു കൊടുക്കില്ലേ? ആളെ കാണിക്കില്ലേ? മൊഴി എടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കില്ലേ? ഇനി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണ്ട. ഇവരുടെ ആരെങ്കിലും ബന്ധുക്കളാണെങ്കിൽ ഇപ്പൊ വീണയെ സംരക്ഷിക്കുന്നത് പോലെ, പിണറായി വിജയന്റെ മകൾ വീണയെ സംരക്ഷിക്കുന്നത് പോലെ ഭാഷ അറിയാത്ത എവിടെ നിന്നോ വന്ന ഒരു പെൺകുട്ടിയെ ഇങ്ങനെ സംരക്ഷിക്കുന്ന കാര്യം കേരളത്തിലെ സർക്കാരിനും പോലീസിനും എന്താണെന്ന് എന്റെ ചോദ്യം. അത് ഈ പ്രത്യേകം എനിക്ക് നമ്മുടെ തെരഞ്ഞെടുപ്പ് അടുത്തിരുന്ന സമയമായിരുന്നു. അപ്പൊ അവർ നോക്കിയപ്പോൾ അതിനും ഒരു മതേതരത്വം പോയി മുഖം ഉണ്ടാക്കി കേരളത്തിലെ ഒരു പെൺകുട്ടിയുടെ
ജീവിതം ഭദ്രമാക്കി കൊടുത്ത ഇടത് സർക്കാർ അല്ലെങ്കിൽ ഇടത് പാർട്ടി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സെൻസ് ഉണ്ടാക്കി എടുക്കാമെന്ന് കരുതിയാണ് ഇവർ ഈ തുടക്കത്തിൽ ഇത്തരം ഒരു സംഭവത്തിലേക്ക് എപ്പോഴും സംശയം എന്തെന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഭാഷ അറിയില്ല. നമ്മൾ ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയോട് ചോദ്യം ചോദിക്കുമ്പോഴും ഒക്കെ ഈ പെൺകുട്ടി വളരെ ഷൈ ആയിരുന്നു. ഈ കുട്ടിക്ക് പറയാൻ അറിയില്ല, എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയില്ല, എഴുതാൻ പോലും അറിയാത്ത കുട്ടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇപ്പോൾ പെൺകുട്ടി എത്ര വിദഗ്ധമായിട്ടാണ് പിന്നീട് നടന്ന അതിൻ്റെ വിവാഹം അടക്കമുള്ള അതിനുശേഷം നടന്ന വാർത്താ സമ്മേളനങ്ങളിൽ വീട്ടുകാർ ഉപദ്രവിക്കുന്നുവെന്ന് നറേറ്റീവ് ഉണ്ടാക്കിക്കൊണ്ട് നടത്തിയ ഒരു വാർത്താ സമ്മേളനത്തിലൊക്കെ എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞു പഠിപ്പിച്ച രീതിയിലാണ് അതിൻ്റെ പ്രകടനം. അപ്പോൾ ആരാണ് ഈ ഭാഷ പോലും അറിയാത്ത ഇവിടെ വന്ന് ഈ ഫർമാനും ഈ പെൺകുട്ടിക്കും ആരാണ് അവർക്ക് ഇവിടെ അവസരം കൊടുക്കുന്നത്, അവരെ സംരക്ഷിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയല്ലേ? അല്ല, അത് അന്വേഷിക്കേണ്ടതാണെന്ന് നമ്മൾ പലതവണ പറയുന്നു. പക്ഷേ ആരന്വേഷിക്കുന്നു? NIA അടക്കം അന്വേഷിക്കാൻ വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി കേന്ദ്ര ഏജൻസികൾ ഇങ്ങോട്ട് വരുന്ന ആ ഒരു വിവരം മാത്രമാണ് നമുക്ക് ഏറ്റവും പുതുതായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. പക്ഷേ ഇവിടെ അന്വേഷിക്കേണ്ടത് നമ്മുടെ കേരള പോലീസ് തന്നെയാണ്. കേരള പോലീസ് നമ്മുടെ വ്യക്തമായിട്ട് ഈ കേസ് പക്ഷേ കേരള പോലീസ് ആരന്വേഷിക്കുന്നു. പക്ഷേ അതിൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാന്നുള്ളത്, ഈ തമ്പാനൂർ SHO ജിജു അദ്ദേഹം ഒരു നല്ലൊരു നല്ലൊരു മന്ന ഓഫീസറാണ്. എൻ്റെ കണ്ണിൽ ഒരു നല്ലൊരു SHO ആണ്, നല്ലൊരു ഓഫീസറാണ്. നമ്മുടെ സിറ്റിയിൽ തന്നെ പല പ്രധാനപ്പെട്ട നല്ല ഓഫീസർമാരെയൊക്കെ ഇവര് വഷളാക്കുവന്നേ. ഈ ഓഫീസർ അന്ന് ഒരു പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ആ കുട്ടിയുടെ ആധാർ കാർഡ് പരിശോധിച്ചാണ് ക്ലീൻ ചീറ്റ് കൊടുത്തത്. പക്ഷെ അത് മനസ്സിലാക്കേണ്ട കാര്യം ആധാർ കാർഡല്ല പ്രായത്തിന്റെ മാനദണ്ഡം. ആ കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആധാർ കാർഡാണ്. അപ്പോൾ ഒരു അർജൻസി വന്ന സമയത്ത് എമർജൻസി സമയമായി ആധാർ കാർഡല്ല, ജനന സർട്ടിഫിക്കറ്റ്. ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കാനാണ്, ജനന സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നമുക്ക് ആശുപത്രികളിൽ നിന്ന് കിട്ടുന്ന ബർത്ത് സർട്ടിഫിക്കറ്റോ മാത്രമേ പ്രായത്തിന്റെ രേഖയായി കണക്കാക്കാൻ കഴിയൂ. നമ്മുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉപയോഗിക്കാം. ആ മെട്രിക്കുലേഷൻ ആധാർ അല്ല ഒരിക്കലും പ്രായത്തിന്റെ മാനദണ്ഡമാക്കുന്ന കാര്യം. ആധാർ നമ്മുടെ ഐഡന്റിറ്റി, നമ്മൾ ആരാണ് എന്നുള്ളതിന്റെ ഒരു രേഖ മാത്രമാണ് ആധാർ. ശരിക്കും പ്രായം കണക്കാക്കുന്നത് ഒന്നുകിൽ നമ്മുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, SLC ബോർഡുകൾ, ഏതെങ്കിലും ബോർഡുകൾ സർട്ടിഫൈ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രായം കണക്കാക്കാനുള്ള രേഖകളായി അംഗീകരിക്കുന്നത്. അത് മനസ്സിലാക്കാതെയാണ് എല്ലാവരും ആധാറിൽ ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ ആധാർ എടുക്കുമ്പോൾ അവരുടെ ജനന സർട്ടിഫിക്കറ്റ് മസ്റ്റാണ്. ഇതിപ്പോൾ ഈ ഒരു ഘട്ടം വരെ ഈ ആധാർ വരുന്ന ഘട്ടം വരെ ഇപ്പം നമുക്കൊന്നും ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല നമ്മൾ ഉണ്ടാവുന്ന കാലത്ത്. അന്ന് രേഖയായി നമ്മുടെ എടുത്തിരുന്ന SLC സർട്ടിഫിക്കറ്റ്. ഇപ്പോഴാണ് ആശുപത്രികളിൽ നിന്ന് ജനന സർട്ടിഫിക്കറ്റ് വേണം എന്ന നിർബന്ധം. എന്റെ മകളുടെ കാലത്തൊക്കെ അതുണ്ട്, എന്റെ കാലത്തില്ല, നമ്മുടെ കാലത്തില്ല. 80-ന് ശേഷം ഉള്ളവർക്കാണ് ആധാർ, എനിക്ക് തോന്നുന്നു ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയത് 80-ന് ശേഷമാണ്. അപ്പൊ അതിന് മുമ്പുള്ളവർക്കൊന്നും തീർച്ചയായും ആധാർ അല്ല ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല ആശുപത്രിയിൽ. സർട്ടിഫിക്കറ്റ് ഒക്കെ അന്ന് ഉണ്ടായിരിക്കും, പക്ഷെ ആരും വാങ്ങിക്കോ. അതുപോലെയാണ് ഈ കുട്ടിയുടെ കാര്യത്തിൽ അവർ ജനന സർട്ടിഫിക്കറ്റ് ആയിരിക്കില്ല, അവരന്ന് ഈ കുട്ടിക്ക് ആധാർ എടുക്കാനായിട്ട് ചിലപ്പോ അങ്ങ് വോട്ട് ചേർത്തതാവും. എന്തെങ്കിലും ഒരു രേഖ, അവിടുത്തെ റേഷൻ കാർഡ്, വ്യാജ ആധാർ ഉണ്ടാക്കിയതാണോ നമുക്ക് അതിനെ കുറിച്ച് അറിയില്ലല്ലോ. പഞ്ചായത്തിന്റെ കാർഡോ എന്തെങ്കിലും അവിടെ അംഗമാണെന്ന രീതിയിലുള്ള അങ്ങനെ ഉണ്ടാക്കിയതായിരിക്കും ആധാർ. പിന്നെ വാമൊഴിയായി പറഞ്ഞു കൊടുത്തിട്ട് തീയതി വെച്ചാകാം. യഥാർത്ഥത്തിൽ അവിടുത്തെ ആശുപത്രി സൗരാഷ്ട്ര ഹോസ്പിറ്റലിലെ ഡോക്യുമെന്റ്സ് പ്രകാരം പെൺകുട്ടി പ്രായപൂർത്തിയായിട്ടില്ല. മാത്രമല്ല, അത് ഞാൻ വിശ്വസിക്കുന്ന പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല, ഇതിൽ ഒളിക്കാനും മറയ്ക്കാനും ഉണ്ടെന്നുള്ളതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ പ്രായപൂർത്തിയായെങ്കിൽ ആരെയും ഭയക്കണ്ട. ആ പെൺകുട്ടിക്ക് ഇനി അവിടെ ചെന്നാലും മഹാരാഷ്ട്ര പോലീസിന്റെ അല്ലെ പിന്നെ മധ്യപ്രദേശ് പോലീസിന്റെ മുമ്പിൽ എത്തിയാൽ പോലും യഥാർത്ഥ രേഖകളാണെങ്കിൽ എന്താണ് പേടിക്കാനുള്ളത്? പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾക്ക് കൈവിട്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടുന്ന് മധ്യപ്രദേശിലെ പോലീസ് ഇവിടെ വന്ന് അവർ നിസ്സഹായരായി തിരിച്ചു പോയപ്പോഴൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ അതൊക്കെ വെച്ച് ആഘോഷിച്ചിട്ട് അവരങ്ങ് കൈവിട്ടു. കാരണം അവർക്ക് അടുത്ത വിഷയമായി. അതെ അവർക്ക് മാധ്യമങ്ങളും കൈവിട്ടു. സത്യത്തിൽ പെൺകുട്ടിയാണ് അവതാളത്തിലായിട്ടുള്ളത്. മുമ്പോട്ട് പോകേണ്ട നല്ല ആർട്ടിസ്റ്റ് ആവേണ്ട ഒരു പെൺകുട്ടി പെട്ടെന്ന് കിട്ടിയ ഫെയിം എല്ലാം നശിപ്പിച്ചുകൊണ്ട് ഒരാളുമായി പ്രണയത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നു. ആ പ്രണയം തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. യഥാർത്ഥത്തിലെ പെൺകുട്ടിയുടെ ഭാവി നശിപ്പിക്കുകയായിരുന്നു. അതിന് കേരളത്തിലെ സർക്കാർ കൂട്ടുന്നു എന്നുള്ളതാണ് ഈ മാധ്യമങ്ങൾ കൈവിട്ട് ഒരു 1-2 ദിവസം കഴിഞ്ഞപ്പോഴാണ് രാഹുൽ ഈശ്വർ ആ പെൺകുട്ടി ഭർത്താവ് എന്ന് പറയുന്ന ഫർമാന് വേണ്ടി ഈ വേണ്ടിയിട്ടല്ല, ഫർമാന് വേണ്ടി രാഹുൽ ഈശ്വർ വക്കാലത്തെടുത്ത് രംഗത്ത്. അപ്പോൾ ഇതൊന്ന് ഈ ഭാഗം ത്രാസിന്റെ ഈ ഭാഗത്തെ വെയിറ്റ് ഒന്ന് കുറയുമ്പോൾ അടുത്ത ഭാഗത്തെ വെയിറ്റ് ഫർമാന്റെ ഭാഗത്തുള്ള ആ ഒരു ന്യായീകരണങ്ങൾ നിരത്തി ഫർമാനെ അവിടുന്ന് പതുക്കെ ആ വിഷയത്തിൽ നിന്നും കേരള സമൂഹത്തെ അങ്ങ് മാറ്റുക. അത് തന്നെയാണ് മിക്കവാറും എല്ലാ കേസുകളും നടക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. ഒരു വിഷയം കത്തി ജ്വലിക്കുന്നു, അത് എവിടെയെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് ഒന്ന് നിൽക്കുന്നു, പിന്നെ കെട്ടടങ്ങുന്നു.
ഇവിടെയും അത് തന്നെയാണ് സംഭവം. ഇനി അത് നമ്മൾ കോടതിക്ക് പോലും അതിൽ ഇനിയിപ്പോ ഒരു സേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രത്യേകിച്ച് മധ്യപ്രദേശിലെ പോലീസും ഇതൊരു മെനക്കെട്ട പണിയാണെന്ന് പറഞ്ഞ് തിരികെ പോയി. പക്ഷെ അവർ അന്വേഷണം നടത്തുന്നുണ്ടായിരിക്കും, ആരാണ് ഫർമാന്റെ ഇവിടെ കല്യാണത്തിനുള്ള സഹായം ചെയ്തു കൊടുക്കുന്ന തരത്തിൽ ചില അന്വേഷണം നമുക്ക് അറിയാൻ പറ്റില്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് NIA പോലുള്ള ഏജൻസിക്ക് റെഫർ ചെയ്യുക കേസ് എവിടെ പോയി ഒളിഞ്ഞിരുന്നാലും ഫർമാനെ കൊണ്ടുവരാൻ NIA പോലുള്ള ഏജൻസികൾക്ക് കഴിയും. അതുകൊണ്ട് കേരള പോലീസ് അതിന് കവചം സൃഷ്ടിക്കാമെന്നൊന്നും വിചാരിക്കേണ്ടത് നടക്കുന്ന കാര്യമല്ല.